ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. സോ എൻ്റെ പുതിയ കിച്ചണിലേക്ക് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് അധികം സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഫസ്റ്റത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഡിഷ് റാക്കാണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിച്ചണിലേക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി ഇതിൽ കമത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഇതേപോലെ ഒരു ട്രേ കിട്ടുന്നുണ്ട്. അതിലൂടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. ഈ ട്രേയുടെ മുകളിലാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഇതേപോലെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം അതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് പോയിക്കോളും. ഈ ഒരു കപ്പ് ഇതേപോലെ സൈഡിൽ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോന്നാണ്. ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച ഐറ്റംസിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ റാക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബൗളും ഗ്ലാസും ഒക്കെ കഴുകിയിട്ട് വെക്കാം. ഇതിൽ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ആണ്. ഞാനിത് മേടിച്ചത് ഒരു 230 റുപ്പീസിനാണ്. ആ ഒരു റേറ്റിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മസ്റ്റ് ബൈ ആയിട്ട് കിച്ചണിലേക്ക് മേടിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സാധനമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തോ ഓണം സെയിലൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ച പ്രൈസിലും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് വന്നിട്ട് ഒരു മോപ്പിൻ്റെ സെറ്റാണ്. ഇതിൽ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പിന്നർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബോഡി വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെ അത് അടച്ചു വെക്കാം. ഇതേപോലെ തന്നെ ഒരു ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വലിച്ചുകൊണ്ട് പോയിട്ട് വെച്ചിട്ട് തുടക്കാനായിട്ട് എളുപ്പമാണ്. പോരാത്തതിന് ഇതിന് ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 2 മൈക്രോ ഫൈബർ റീഫിൽ കൂടി കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു സെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 528 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് വരുന്നത് നല്ല സ്റ്റീൽ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹാൻഡിൽസ് ആണ്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഈ അറ്റത്തുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ജോയിനിൻ്റെ ഈ അറ്റം വരുന്ന ഭാഗം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്നൊരു സംഭവം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്റ്റഡി ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഒട്ടും തന്നെ ഊരിപ്പോരെ അങ്ങനെ ഒന്നുമില്ല, നല്ല ടൈറ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാണുന്നൊരു പുഷ് ബട്ടൺ അടിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ നമുക്കിത് കിട്ടും. പിന്നെ അത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രൊഡക്റ്റ്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറാമിക് ബൗൾസ് ആണ്. ഇത് സെറ്റായിട്ട് വരുന്നതല്ല, ഓരോന്നായിട്ട് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല തിക്കായിട്ടുള്ള സെറാമിക് ബൗൾസാണ്. നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല കളേഴ്സും ആണ് കേട്ടോ. ഈ ഒരു കളർ വന്നിട്ട് ഞാൻ എൻ്റെ കിച്ചൻ്റെ സെയിം കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതല്ല, നമ്മളുടെ ഹൗസ് വാമിങ്ങിന് വരുന്ന സമയത്ത് ഞാൻ ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ബൗളിൻ്റെ സെറ്റ്. ഇതേപോലത്തെ ബൗൾസിൻ്റെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈ മാറ്റ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് കിച്ചൻ്റെ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെക്കാനായിട്ട് അടിപൊളിയാണ്. നന്നായിട്ട് വാട്ടർ അബ്സോർബൻസ് ഉള്ളൊരു മാറ്റാണിത്. അതേപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും, വാഷബിളും ആണ്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് വരുന്ന ഈ ഒരു സിലിക്കൺ കോട്ടിങ് ഇതിന് നല്ലൊരു ഗ്രിപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാറ്റ് ബാത്റൂം മാറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കിച്ചൺ യൂട്ടൻസിൽസിൻ്റെ ഒരു സെറ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള സിലിക്കണാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് വന്നിട്ട് വുഡൻ ഹാൻഡിൽസ് ആണ്. ഇത് വന്നിട്ട് 6 പീസിൻ്റെ ഒരു സെറ്റാണ്. ഇതേപോലെ തന്നെ 12 പീസിൻ്റെ ഒരു സെറ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോൾഡർ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള ഒരു കളർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബാത്റൂം കോർണർ സ്റ്റാൻഡാണ്. ഇത് ബാത്റൂമിലേക്ക് തന്നെയല്ല, നമുക്ക് കിച്ചണിലേക്കും കോർണർ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഓരോ പൊടികളുടെ ചെപ്പുകളോ ഗ്ലാസ്സുകളൊക്കെ കഴുകി കമത്തി വെക്കാനും നല്ല യൂസ്ഫുള്ളാണ്. ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുള്ളത് വയർ ടൈപ്പും ഒരെണ്ണം ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പും ആണ്. ഇതിൻ്റെ കൂടെ ഇത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഹുക്ക് കൂടി വരുന്നുണ്ട്. ഈ കാണുന്ന ഹോൾസിലേക്ക് നമ്മൾക്ക് ഈ ഒരു ഹുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്.
പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല. അതേപോലെ തന്നെ ഇതും നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഒരു മിനി ബ്രൂം സെറ്റാണ്. ഇതിൽ വന്നിട്ട് 3 പീസാണ് വരുന്നത്. ഇതേപോലത്തെ ഒരു ചെറിയ ബ്രഷ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് സിങ്ക് കഴുകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് വന്നാൽ തേച്ച് കഴുകാനൊക്കെ അടിപൊളിയാണ്. ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും സൂപ്പറാണ്. പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു മിനി ബ്രഷാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസാണ് കേട്ടോ ഇതിൻ്റെത്. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഡസ്റ്റ് ബാൻ കൂടി കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും കൗണ്ടർ ടോപ്പിലൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തൂത്ത് കളയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് മൾട്ടി കളറിൽ വരുന്ന കിച്ചൺ ലിനൻ സെറ്റാണ്. ഇത് നമുക്ക് കിച്ചണിലേക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ കൂടുതലും അവൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കാറ്. പക്ഷേ അങ്ങനെയല്ല, ഇത് നമുക്ക് കിച്ചണിലേക്ക് ഹോട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ കൂടെ അതേപോലത്തെ ഒരു പോട്ട് ഹോൾഡറും അതേപോലെ തന്നെ ഒരു ഗ്ലൗവും ആണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹോട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റും. കയ്യിൽ ചൂടാവേ അല്ലെങ്കിൽ പൊള്ളേ ഒന്നുമില്ല, അത്രയ്ക്കും യൂസ്ഫുള്ളാണ്. പിന്നെ ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ മേടിച്ച റേറ്റ് വന്നിട്ട് 180 അങ്ങനെ എന്തോ ആണ്. പിന്നെ അതിൻ്റെ കുറവിനും കിട്ടും. പിന്നെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിനറാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്ട്രെയിനറാണ്. അതേപോലെ തന്നെ കിച്ചണിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രെയിനറാണിത്. ഇതിൻ്റെ ക്വാളിറ്റി വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും ഒട്ടും ഒടിയേ വളയേ ഒന്നുമില്ല, അത്ര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണിത്. ഇതിൽ നമുക്ക് പച്ചക്കറികൾ സ്ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അരി കഴുകിയിട്ട് അത് ഊറ്റി വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് പാസ്ത, നൂഡിൽസ് അതൊക്കെ സ്ട്രെയിൻ ചെയ്ത് വെക്കാനായിട്ട് അടിപൊളിയാണ്. അത്ര ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു പ്രോഡക്റ്റാണിത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ള വേറൊരു സ്ട്രെയിനറാണിത്. ഇത് വന്നിട്ട് കുറച്ച് അടിയിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രെയിനറാണ്. ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം അതിൽ നിൽക്കില്ല, നന്നായിട്ട് സ്ട്രെയിനായിട്ട് പൊയ്ക്കോളും. കണ്ടോ, ഇത്രയും ഹോൾസ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് അടിയിലേക്ക് ഇറങ്ങി പോയിക്കോളും. ഇതിൻ്റെ ക്വാളിറ്റി വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ്. നേരത്തെ കാണിച്ച സ്ട്രെയിനർ പോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് ഇതിനും. പിന്നെ ഞാനിത് എടുത്തിരിക്കുന്ന കളർ വന്നിട്ട് വൈറ്റ് ആണ്. വൈറ്റ് അല്ലെങ്കിൽ വേറെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സ്പൂൺസിൻ്റെ ഒരു സെറ്റാണ്. ഫസ്റ്റത്തെ വന്നിട്ട് ഈ വൈറ്റ് ബ്ലാക്ക് കോംബോ വരുന്ന ഒരു സെറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കറികൾ കോരാനോ അല്ലെങ്കിൽ ചോറ് കോരാനോ ഒക്കത്തിനും അടിപൊളിയായിട്ടുള്ള സ്പൂൺസാണ്. ക്വാളിറ്റി വൈസും ലുക്ക് വൈസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സ്പൂൺസാണ്. ഇത് നമുക്ക് കറി കോരാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. നമ്മളുടെ സ്റ്റീലിൻ്റെ കയ്യിലുള്ളില്ലേ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള സ്പൂൺസാണിത്. ഇതിൻ്റെ കളറും ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാണ്. അടുത്ത വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റാണ്. ഇതും നമുക്ക് കറികളൊക്കെ കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നല്ല കളറാണ്, ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. അപ്പോൾ ഈ 3 സെറ്റും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അടുത്ത വന്നിട്ട് വീണ്ടും നമുക്ക് കിച്ചണിലേക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ക്ലോത്ത് സ്ക്രബ്ബറാണ്. ഇതൊരു ഡിഷ് വാഷ് ക്ലോത്താണ്. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യില്ലേ, സെയിം സംഭവം തന്നെയാണിത്. പക്ഷേ അതിനേലും നല്ല ക്വാളിറ്റിയിൽ നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് റീയൂസബിൾ ആണ്, വാഷബിൾ ആണ്. നമുക്ക് ഈ സംഭവം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇതേപോലെ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം. നോർമൽ സ്റ്റീൽ സ്ക്രബ്ബറിൽ അതിൻ്റെ കമ്പിയൊക്കെ ഇടയ്ക്കിട്ട് പൊടിഞ്ഞു പോരാറുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ മേടിച്ചിട്ടുള്ളത് വന്നിട്ട് 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. അടുത്ത വന്നത് ഈ ഒരു ഗ്ലോ ആണ്. ഇതിൽ 2 പീസാണ് വരുന്നത്. എൻ്റെ ഒരു പീസ് എവിടെയോ മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിലിക്കൺ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ്. നമുക്കിത് വെച്ചിട്ട് പാത്രങ്ങൾ കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം. ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളെ പൈപ്പുകളും അതേപോലെ തന്നെ സിങ്കും ബാത്റൂമിൻ്റെ ചുമരൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. ഇതേപോലത്തെ മുള്ളു പോലത്തെ സംഭവങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. 2 എണ്ണം വരുന്ന ഈ ഒരു ഗ്ലൗസിൻ്റെ സെറ്റിന് വന്നിട്ട് 170 റുപ്പീസോ അങ്ങനെ എന്തോ ആണ്. ലിങ്കൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം കേട്ടോ. അടുത്ത വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ സെറ്റാണ്. 6 പീസസ് വരുന്ന ടീ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെറ്റാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതല്ല, ബഹ്റൈൻ ഐക്കിയെന്ന് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ചായ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്. ഇത് വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ്, ഒട്ടും പൊട്ടിപ്പോകുന്ന ടൈപ്പല്ല. അപ്പോൾ ഇതേപോലത്തെ 6 എണ്ണം വരുന്ന ഒരു സെറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഐക്കിയയിൽ ചില ടൈമിൽ ഓഫർ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഭയങ്കര ലോ പ്രൈസിൽ കിട്ടും.
അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ്. ഇതൊരു ഹോൾഡറാണ്. ഈ കാണുന്ന ഹുക്ക് ചുമരിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സംഭവം ഹോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 4 ഹാങ്ങർ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ കണ്ട പോലെ ഫിക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു ഹുക്ക് വന്നിട്ട് ബാക്കിൽ ഫിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചുമരുമ്മിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമുക്ക് സ്പൂൺസ് വേണമെങ്കിൽ ഇങ്ങനത്തെ സ്പൂണോ അല്ലെങ്കിൽ നമുക്ക് തുടക്കുന്ന വടി അല്ലെങ്കിൽ അടിക്കുന്ന ബ്രഷ് അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ബാത്റൂമിൽ വെക്കണമെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷൊക്കെ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. എത്ര വണ്ണമുള്ള സ്റ്റിക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റും. ഇനി ഈ കാണുന്ന ഹാങ്ങിങ്ങിൽ നമുക്ക് ഇതേപോലെ സാധനങ്ങൾ തൂക്കിയിടുകയും ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വുഡൻ ട്രേ ആണ്. ഇത് ഒന്നല്ല 2 എണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന പോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചണിൽ ഇതേപോലെ ഒരു ഷോ പീസായിട്ടും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ട്രേ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വെള്ളം കൊടുക്കാനോ ടീ കൊടുക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വുഡനാണ്. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഞാൻ എൻ്റെ പുതിയ കിച്ചണിലേക്ക് മേടിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇടാം. പിന്നെ ഇതിൻ്റെ ഒക്കത്തിൻ്റെയും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.